ആ കാണിച്ചിട്ട് അവിടെ അവനെല്ലാം മണ്ടനാണ്, ആൾക്കാരെ മണ്ടൻ. ശരിക്കും ആ നെഗറ്റീവ് കമന്റിലൂടെ വളർന്നതാണ്. വളരട്ടെ, അതെങ്ങനെയാണെങ്കിലും അല്ല. ഞാൻ പറയട്ടെ, ഞാൻ കമന്റിലുള്ള ആൾക്കാരോട് ഈ കാണുമ്പോൾ തരുന്നത് പിന്നെ എന്തിനു കാണാതെ ട്രോൾ ചെയ്ത് വിട്ടൂടെ? ഫേസ്ബുക്ക് തുറന്നാൽ നിങ്ങളാണ് കാണണ്ട, നിങ്ങൾ ചോദിച്ചല്ലേ. ഇന്ത്യക്കാരുടെ ജോലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വൈറലാക്കുക. ആരെ കുറ്റം പറയണ്ട, ഒന്നും പറയണ്ട. അവരവരുടെ രീതി വളരട്ടെ, പിന്നെ എൻ്റെ രീതി വളരണം, എൻ്റെ രീതി വളരണം. എനിക്കിപ്പോൾ സിനിമ കാണാൻ ഇഷ്ടമാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ ആദ്യത്തെ സിനിമ കാണാൻ വരുമ്പോൾ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളെ കാണാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ആദ്യം ഇതിലത് കാര്യങ്ങൾ. ഞാൻ കുറേ നാൾ സിനിമയ്ക്കത് മാറുന്നതാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരുപാട് പേരെ കാണണം. ഇപ്പോൾ പെരേരനെക്കാട്ടും ഏറ്റവും മോശം എനിക്ക് പറയാനുള്ളത് അട്ടനെ കുറിച്ചാണ്. അട്ടനെ ഞാൻ തല്ലാൻ വേണ്ടി പോയിട്ടുള്ളവരാണ്. കാരണം വേറൊന്നുമല്ല, ഈ പെണ്ണുങ്ങളോട് അയാൾക്ക് ഹൃദയം എന്താ പറയുക, തഴുകാണ്ട് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ ദേഹത്തോട് സംസാരിക്കാൻ എന്തോ ആയിക്കോട്ടെ, അത് തല്ലിയിട്ട് അതിന് കുഴപ്പം. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, മാറി നിൽക്കണ പറഞ്ഞിട്ടുണ്ട്. അത് പച്ചക്ക് ഇവിടുന്ന് പറഞ്ഞുള്ളൂ, മാറി നിൽക്കണ ദേഹത്തോട്. കാരണം ഒരു വീഡിയോ ഇവിടുന്ന് ചേച്ചി ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ പല്ലത് അട്ടട കയ്യാണ് ദേഹത്തോടെ. എനിക്കത് ഇഷ്ടമല്ലാത്തതിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കിഷ്ടമല്ല, ആയിക്കോട്ടെ, അത് വീക്ക്നെസ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ. ഇപ്പം നീ എല്ലാവർക്കും ഞാൻ പറയട്ടെ, നിന്നെ എല്ലാവരും പറയാറുണ്ട്, ട്രോളാറുണ്ട്, നീ എല്ലാവരെയും പ്രപ്പോസ് ചെയ്യണം അല്ലേ? നീ എന്തെങ്കിലും എന്നെ പ്രപ്പോസ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെയാണ് നിന്നോട് പറഞ്ഞത്? അല്ല, ഞാൻ പറയട്ടെ, ഒരു വ്യക്തി ഏത് വെച്ചിട്ടല്ല എങ്ങനെയൊക്കെ നടന്നാലും ശരി, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, സമൂഹത്തിനോട് എങ്ങനെ പെരുമാറണം, വീട്ടിലെങ്ങനെ പെരുമാറണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച സമൂഹത്തിൽ നല്ല വ്യക്തിയായിരിക്കും, പക്ഷെ ബെഡ്റൂമിനകത്ത് ആ പെണ്ണിനോട് പെരുമാറാൻ ഭയങ്കര മോശമായിട്ടായിരിക്കും. ആ പെണ്ണ് പുറത്തുനിന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഒരുപാട് കഥാപാത്രം. അപ്പം അവർ പച്ചയായിട്ട് കാണിക്കുന്നു അവരുടെ ഞരമ്പിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളായിക്കോട്ടെ, വയനോട്ടമായിക്കോട്ടെ, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് നോ പറഞ്ഞാൽ ചെയ്യില്ല എന്നുള്ളത് പറഞ്ഞു. ഞാൻ നോ പറഞ്ഞതിന് ശേഷം പിന്നെ അവരാരും ഞാൻ പേരേനോട് പറഞ്ഞോളാം, നീയായിട്ട് ജീവിക്കും, മറ്റുള്ളവരുടെ മുമ്പിൽ നീ കോമാളിയാവുക. അതുവരെ കമന്റ് പറഞ്ഞുള്ള ആൾക്കാർ ആ ഒരു വീഡിയോയുടെ അടിയിൽ വരെ വന്നിട്ട് കമന്റ് പേരേനെ കുറിച്ച് ആളുകൾക്ക് വേണ്ടത് ഞാൻ സീരിയൽ കാണുന്നതുകൊണ്ടാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, സീരിയൽ കാണുന്നത് പറഞ്ഞുതരാം. ആ നായകനെ കാണാനാണോ? നായകനെ കാണാനാണോ? വില്ലത്തെ കാണാനാണോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് നമ്മുടെ വീട്ടിൽ ആഗ്രഹിച്ചൊരു കഥാപാത്രവും ഇതിലെ കാണാൻ